ഫസ്റ്റ് കിട്ടുന്നത്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ചൊറി സ്വഭാവം എന്ന് പറഞ്ഞില്ലേ? അമ്മ പേടിച്ചു അല്ലേ? ആദ്യം എനിക്ക് പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ചൊറി സ്വഭാവം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കോമാളിയല്ല, ഞാനൊരു ചൊറിയനല്ല, ഞാനൊരു തരികിടയല്ല. എന്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവരും നല്ല അല്ലേ? അന്വേഷിച്ച് നോക്കിയാ? പേരെന്താ ഇയാളുടെ? എന്താ അന്വേഷിച്ച് നോക്കിയത്? ഏതാ ഏതാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് കളിച്ചത്. എന്റെ സ്വഭാവം അങ്ങനെയല്ല, എന്റെ ബേസ് സംസാരമാണ്. പിന്നെ ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചൊറി സ്വഭാവം. ഞാൻ അതിന്റെ ഉള്ളിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോയതാണ്. ഈ ഗെയിം കളിക്കാൻ നമ്മൾ പോകുമ്പോ നമ്മള് വേണ്ടത് അവിടെ വലിയ ആനക്കാരൊന്നും കിട്ടില്ലടൂ. എന്തുകൊണ്ട് ഈ ചൊറി സ്വഭാവം? ഞാൻ ആ സ്ട്രാറ്റജി ആദ്യം എടുത്തു. കാരണം എന്താ അറിയോ, ആദ്യം എല്ലാരും എന്നെ വെറുക്കട്ടെ, അത് കഴിഞ്ഞ് മെല്ലെ 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 ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ വിചാരിച്ച് മനസ്സിൽ തിങ്ക് ചെയ്ത ഗെയിം അതായിരുന്നു. അത് തന്നെയല്ലേ പുറത്തേക്ക് വന്നത്. അതായത് ആദ്യം നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എത്ര നോക്കി കഴിഞ്ഞാലും, നിങ്ങളെല്ലാവരും എന്നെക്കാളും 100 മടങ്ങ് ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ എന്റെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ സ്നേഹം ആരുടെയും പിടിച്ചു പറ്റാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നേഹം നമുക്ക് കിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടുന്നത് എന്താ? ഫസ്റ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു അല്ലെ? അതാണ്. അപ്പൊ ആ വെറുപ്പ് ആദ്യം സമ്പാദിക്കുക. അമ്മ പേടിച്ചു അല്ലെ? ആദ്യം നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നത് വെറുപ്പാണ്. ആ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് പോയതാണ്. ഇപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് വേറെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പോകുമ്പോ ഒരാളും ഉണ്ടായിരുന്നില്ല. എന്റെ ചേട്ടനും എന്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ വരുമ്പോ നിങ്ങൾ എല്ലാവരും വന്നില്ലേ? അതെന്താണ്? ഫസ്റ്റ് നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വെറുപ്പ് സമ്പാദിക്കണം. വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ വെറുപ്പ് കുറെ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിലേക്ക് കയറ്റി പിന്നെ ഈ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ എന്താടോ എന്ന് പറഞ്ഞ് സംസാരിച്ച് ഞാൻ പാവക്കുട്ടാ സുഖല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ, അയ്യോ ഇത്രയും ദേഷ്യപ്പെട്ട ഒരാൾ കണ്ടില്ല ഇപ്പൊ സംസാരിക്കണെന്ന് പറയും. അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും അല്ലേ? ഞാൻ എന്റെ ബുദ്ധിയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമാന്മാരാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ സ്ട്രാറ്റജി വർക്കാവാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? വർക്കായില്ലോ, പക്ഷെ വർക്കായി വരുമ്പോഴേക്കും വോട്ട് ക്ലോസ് ചെയ്ത് പോയി. അപ്പൊ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ സത്യസന്ധമായിട്ട് നിന്നിട്ടുള്ളൂ. ഞാൻ വളരെയധികം പണിയെടുക്കുക തന്നെയായിരുന്നു. എനിക്ക് ആ ഗെയിം ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും, എനിക്ക് മതിയായിട്ടില്ലടൂ, എനിക്ക് ഇനിയും ഗെയിം കളിക്കാനുണ്ട് അവിടെ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരാഴ്ചയും കൂടി എനിക്ക് ഒരു നീട്ടി, അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാവും എവിക്ഷൻ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ 2 ദിവസം 2-3 ദിവസം എന്റെ ചേട്ടൻ പറഞ്ഞു, ആൾക്കാരെല്ലാവരും എന്നെ നെഗറ്റീവ് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ? അമ്മു ചേച്ചിക്ക് ഭയങ്കര വിഷമായി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഓരോ ചെറിയ ഞൊടുക്ക് സാധനങ്ങളൊക്കെ, അതായത് കോമഡി കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് അവസാനം ജയിൽ ടാസ്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എന്റെ സമയം കഴിഞ്ഞത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം, ബിഗ് ബോസ് ആണ് എന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയത്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ പോകുമ്പോ എനിക്ക് അറിയാം, എന്റെ ചേട്ടൻ സൗത്ത് ആഫ്രിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ കയറുന്ന ആളാ. എന്റെ 2 ചേട്ടന്മാരും, രണ്ടാമത്തെ ചേട്ടൻ ബാംഗ്ലൂരാണ്. ആളൊക്കെ എപ്പോ നോക്കിയാലും ഫ്ലൈറ്റിൽ കയറുന്ന ആളാ. ഞാൻ മാത്രമാണ് ഈ നാട്ടില് ഈ പറഞ്ഞ പോലെ ചെറിയ ബൈക്കും കേട്ട് പോകുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് കയറിയത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി. എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പോഷർ കിട്ടി. ഇതൊക്കെ എനിക്ക് ബിഗ് ബോസ് തന്നതാണ്. അപ്പൊ ബിഗ് ബോസ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. ബിഗ് ബോസ് ആണ് എന്റെ എല്ലാം. എന്റെ ബിഗ് ബോസ് എന്റെ മുത്താണ്.